വീടിന്റെ ഡിസൈന് വേറെ ഏത് വിൻഡോ കൊടുത്താലും ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണ്. 400 മുതലാണ് ഇവിടെ UPVC വിൻഡോകളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ ഈ കാണുന്ന സ്ലൈഡിങ് ചെയ്തിരിക്കുന്നത് ഒരു 50,000 to 70,000 റുപ്പീസിന്റെ ഉള്ളിൽ അത്ര വരുന്നുള്ളൂ അല്ലേ? 20 വർഷം വാറണ്ടിയിലാണ് ഈ പ്രൊഡക്റ്റുകൾ ചെയ്യുന്നത്. നമ്മൾ ഇത് ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ടെൻഷൻ ഫ്രീ ഇല്ലേ? പണ്ട് നേരത്തെ മരങ്ങളുകൊണ്ട് കുറെ ഉണ്ടാക്കിണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ ചെതറിടിച്ചു പോയി. ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട്, അതായത് സിറ്റ് ഔട്ടിലേക്ക് മറ്റ് ജന്തുക്കളൊന്നും കയറി പോവുകയും ചെയ്തത്, എന്നാൽ വിസിബിലിറ്റി വേണം. രണ്ടും കൂടെ ഇവിടെ നടന്നു. PVC വിൻഡോ ഫിക്സ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ വീട് പണിയുടെ ഫിനിഷിംഗ് സ്റ്റേജിലാണ് അല്ലെ, അവസാന ഘട്ടത്തിലാണ്. അതുപോലെ മോഡേൺ ആയിട്ടുള്ള വീടുകൾ ചെയ്യുമ്പോൾ മരത്തടി ഒരിക്കലും സെറ്റ് ആവില്ല അല്ലെ, സെറ്റ് ആവില്ല. ഹായ് ഫ്രണ്ട്സ്, വീട് ഭംഗിയാക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടും. പലപ്പോഴും വീടുകളിൽ എന്ത് തരം വിൻഡോകളും ഡോറും കൊടുക്കണമെന്നുള്ള ഒരു ചിന്ത തന്നെയല്ലേ. ഏറ്റവും വലിയ പ്രശ്നം മരത്തടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് ചെതല്, ഇനി സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെങ്കിലോ അതിനകത്ത് തുരുമ്പ്. ഇങ്ങനെയാണ് എല്ലാവരുടെയും സംശയങ്ങൾ. നമ്മളിപ്പോൾ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് ഭംഗിയാക്കിയിരിക്കുന്നത് UPVCയിലാണ്. UPVCയിൽ കിടിലനായിട്ടുള്ള ഡോറുകളും വിൻഡോകളും കൊടുത്തതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെലവ് കൂടുതലാവാതെ, പോക്കറ്റ് കാലിയാവാതെ ചെയ്യണമെന്നല്ല നിങ്ങളുടെ ഉദ്ദേശം. അതിനനുസരിച്ചുള്ള ഒരു ടീമിനെ തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൽ. നമ്മൾ ഈ പ്രൊജക്ട് പരിചയപ്പെടുത്താൻ പാലക്കാടാണ് വന്നിരിക്കുന്നത്. പാലക്കാടുള്ള സിർക്കോൺ UPVCയുടെ ടീമായിട്ട് ഇവിടെ ഉള്ളത്. ജാസിർ അല്ലേ? ഹായ് ജാസിർ. നമസ്കാരം. ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമാണ് UPVC വെക്കണം, ചെറിയ ബഡ്ജറ്റിലും ചെയ്യണം. സ്റ്റീലാണെങ്കിൽ പ്രശ്നങ്ങളാണ്, മരമാണ് പ്രശ്നം എന്നാണ് പലരുടെ അഭിപ്രായം. അപ്പൊ ഈ കാണുന്ന പ്രൊഡക്റ്റ് ഈ വീട്ടിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷമായെന്ന് തോന്നുന്നു അല്ലേ? 1 year ആയി ഓൾമോസ്റ്റ് 1 year ആയി. ഓക്കെ, ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് നോർമൽ വിൻഡോകളിലാണ് ഇത് അല്ലേ? ഓപ്പണബിൾ വിൻഡോ ആണ്. ഓപ്പൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ആണ്. ഇതിപ്പോ UPVCയുടെ വൈറ്റ് കളറിന് സിമ്പിൾ ആയിട്ട് പ്രൊഫൈൽ അല്ലേ? എത്ര തരം പ്രൊഫൈലുകൾ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ? നമ്മൾ ചെയ്യുന്നത് 2 കാറ്റഗറി ആയിട്ടാണ്. ഒരു സെറ്റ് കാറ്റഗറിയും സെറ്റ് പ്ലസ് കാറ്റഗറി ആയിട്ടാണ്. സെറ്റ് കാറ്റഗറി വന്ന് പ്യുവർ ഇന്ത്യൻ മാനുഫാക്ചറിംഗ് ആണ്. രണ്ടും ഇന്ത്യൻ മാനുഫാക്ചറിംഗ് ആണ്. കുറച്ച് സ്ലീക്കി ഡിസൈൻ ആണ് സെറ്റ് പ്ലസ് കാറ്റഗറി. രണ്ട് രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു മേഖലയിൽ, വിൻഡോ മേഖല എന്ന് പറഞ്ഞാൽ വളരെ വർഷം മുന്നേ നാട്ടിലുണ്ട്. നിങ്ങൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ എത്ര വർഷമായി? ഞങ്ങൾ 30 years ആയി, 35 years. 35 വർഷമായിട്ട്. UPVCയിലാണെങ്കിലോ 10 years ആയി, 10 വർഷമായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വിൻഡോകൾ കൊടുക്കുക എന്ന് പറഞ്ഞത് സിംഗിൾ വിൻഡോകളാണ്, മരത്തടിയിലാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപ മുതൽ നിങ്ങളെ സ്ക്വയർ ഫീറ്റിന് ഇതിന്റെ പ്രൈസ്? നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആക്ച്വൽ റേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മെഷർമെന്റ് എടുത്തതിന് ശേഷമാണ് സ്ക്വയർ ഫീറ്റ്. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് 400 ആണ് സ്ക്വയർ ഫീറ്റ്. 400 മുതലാണ് ഇവിടെ UPVC വിൻഡോകളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ കറക്റ്റ് കൊട്ടേഷൻ കൊടുത്ത് അതിനനുസരിച്ച് മെഷർമെന്റ്സ് എടുത്തിട്ടാണ് കറക്റ്റ് പറയാൻ പറ്റുക. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഈ വീട്ടിൽ പല വിൻഡോകൾ ചെയ്തിട്ടുണ്ട്. വീടിന്റെ മേലെ നോക്കുകയാണെങ്കിലൊക്കെ ഒരുപാട് അടിപൊളി വിൻഡോകൾ ഞാൻ കാണുന്നുണ്ട്. ഇതുപോലെ മോഡേൺ ആയിട്ടുള്ള വീടുകൾ ചെയ്യുമ്പോൾ മരത്തടി ഒരിക്കലും സെറ്റ് ആവില്ല അല്ലെ, സെറ്റ് ആവില്ല. ഇവിടെ മെയിൻ ഡോറിന്റെ അടുത്ത് കാണുന്ന വിൻഡോ അല്ലെ, ഡബിൾ വിൻഡോ കൊടുത്തിരിക്കുന്നത് UPVCയിലാണ്. അതും അത്യാവശ്യം സൈസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മളത് ആർക്കിടെക്ചറൽ ഒരു പറയുന്ന ഡിസൈനിൽ ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, കസ്റ്റമൈസേഷൻ എന്നുള്ളത്. അതായത് സാധാരണ ഡോർ സൈസിലല്ല UPVC ഒന്ന് കാണാറുള്ളത് അല്ലെ. ഈ ഭാഗത്ത് 3 വിൻഡോ ആണ്. ഇത് 3 പാനൽ ഷട്ടറാണ്. ഓപ്പണബിൾ ആണ്. ഓക്കെ, ഇനിയിപ്പോ ഈ വീട്ടിലല്ലാതെ നമ്മൾ സാധാരണ രീതി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുക, ഞങ്ങൾക്ക് സ്ലൈഡിങ് വേണം, അങ്ങനെയുള്ളത് കൂടെ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നമ്മൾ അകത്ത് നമ്മൾ കോട്ടിയാട് സെറ്റപ്പില് സ്ലൈഡിംഗ് വിൻഡോ ചെയ്തിട്ടുണ്ട്. 1 വർഷമായിട്ട് ചെയ്തിരിക്കുന്ന വിൻഡോ ആണ്. കംപ്ലൈന്റ് വല്ലതും ഉണ്ടോന്നും അതിനകത്ത് നോക്കണം കേട്ടോ. ഇല്ലല്ല, നമ്മള് 20 years വാറണ്ടി നമ്മൾ ചെയ്യുന്നത്. 20 years 20 വർഷം വാറണ്ടിയിലാണ് ഈ പ്രൊഡക്റ്റുകൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ടെൻഷൻ ഫ്രീ ആണ്. ഈ കാണുന്നത് സ്ലൈഡിംഗിൽ ചെയ്ത അടിപൊളി വിൻഡോ ആണ്. ഇത് ഏത് പ്രൊഫൈലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ചെയ്യുന്നത് സിയോണും ക്ലോയ്സർ എന്ന് പറയുന്ന പ്രൊഫൈലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോ ഓൾ കേരള ഡീലർഷിപ്പ് എടുത്തിരിക്കുന്നത് അവരുടെ ഈ പ്രൊഡക്റ്റുകൾ കേരളത്തിൽ എവിടെയും സപ്ലൈ എവിടെ സപ്ലൈ നമ്മൾ മാത്രമാണ് സപ്ലൈ സപ്ലൈ ഉള്ളത്. അപ്പൊ ഈ കാണുന്നത് സാധാരണ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ 2.10 ഹൈറ്റിലാണ് ചെയ്യാറുള്ളത് അല്ലെ. അപ്പൊ എത്ര മീറ്റർ വരെ നമുക്ക് ബെൻഡ് ആവാതെ ചെയ്യാനുള്ള ക്വാളിറ്റി അതിനകത്ത് ചെയ്യുന്നുണ്ടോ? നമുക്കൊരു 3.5 മീറ്റർ വരെ
3.5 മീറ്റർ വരെ നമുക്ക് സ്ലൈഡിങ് ചെയ്യാം. ഓക്കെ. ഈ ഒരു UPVC എന്ന് പറഞ്ഞാൽ പലർക്കും സംശയം അത് കറക്റ്റ് എന്ത് മെറ്റീരിയൽ ആണ്. അൺപ്ലാസ്റ്റൈസ്ഡ് കോളോമിനൽ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. അതെ, അതാണ് UPVC എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതൊരു പ്രൊഫൈലാണ്, അതിനകത്ത് സെന്ററിൽ ഒരു സ്റ്റീൽ ചാനൽ പാസ് ചെയ്യും. സ്റ്റീൽ അല്ലെങ്കിൽ അതിൽ കംപ്ലൈന്റ്. നിങ്ങൾ സ്റ്റീൽ അല്ല കൊടുക്കുന്നത്? അതെ, സ്റ്റീൽ നിർബന്ധമായിട്ട് നമ്മൾ അത് ചെയ്തിരിക്കണം. അത് ഭാവിയിൽ കുറച്ച് ബെൻഡ് ആവാനുള്ള സാധ്യത അതില്ലെങ്കിൽ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള പ്രൊഫൈലിനൊക്കെ കൊടുക്കുക. ഇപ്പൊ ഇവിടെ ഇതുപോലെ ചെയ്തു. ഒരു വീട്ടിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഏകദേശം നമ്മൾ എത്ര രൂപ കാണും ഒരു 2 ഡോർ മിനിമം ചെയ്യണമെങ്കിൽ? ഏകദേശം നമ്മൾ ഇത് സ്ലൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 650 ആണ് സ്ക്വയർ ഫീറ്റ് ഡോർ ആയിട്ട് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റ് വരുന്നത് അല്ലേ? കാരണം ഇതിന് വരുന്ന ചാനൽ മിനിമം ഡബിൾ ഇങ്ങനെ വരണം അല്ലേ? അതെ വരണം. ഇതാ ഇങ്ങനെയാണ് തുറക്കുക. ഇതിനകത്ത് ഹാൻഡിൽ ഉണ്ടാവും, ലോക്ക് ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാം അല്ലേ? ഈ ലോക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഈ മോഡൽ അല്ലാതെ വേറെ പല മോഡൽ നമുക്ക് ചെയ്യാം, അവൈലബിൾ ആണ്. ഓക്കെ. ഇനിയിപ്പോ ഇതിനകത്ത് വരുന്ന തിക്നെസ്, ഇപ്പൊ വരുന്ന തിക്നെസ് ഇതാ ഇത് എത്രയാണ് വരുന്നത്? ഇത് 80 mm ആണ്. 80 mm ആണ് വരുന്നത്. അതിൽ മാറ്റം 60 mm ഉണ്ട്. ഒരു സ്ലീക്കി ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കിടെക്ചറൽ ഡിസൈനർക്ക് വേണ്ടി മാത്രം Z+ കാറ്റഗറി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് കുറച്ച് സ്ലീക്കി ഡിസൈൻസ് ആണ് നമുക്ക് വരുന്നത് അല്ലേ? അപ്പൊ ഇതുപോലുള്ള ചെയ്യുകയാണെങ്കിൽ വീടുകളിൽ വന്നിട്ട് മെഷർമെന്റ്സ് എടുത്ത് വേണം ഇത് സെറ്റ് ചെയ്യാൻ. അങ്ങനെ എല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ടാവും അല്ലേ? അതെ, നമ്മൾ സൈറ്റിൽ വന്ന് മെഷർമെന്റ് എടുത്ത് ഒരു കോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ വീട്ടിൽ വിൻഡോകൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു പ്ലേസ് വേണമെങ്കിൽ ജസ്റ്റ് ഇവരെ വിളിച്ച് മെഷർമെന്റ്സ് എടുപ്പിക്കാട്ടോ. എന്നിട്ട് അതിന്റെ പ്രൈസ് ഒക്കെ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത് കൊടുക്കുമോ? അതെ, നമ്മൾ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്തുകൊണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ. നമ്മൾ ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണല്ലോ, അതും കൂടെ കണ്ടിട്ടാണ് ഇത് ചെയ്തത്. ഇപ്പൊ നല്ല സ്പേസ് കിട്ടി, നമുക്ക് വീട്ടിൽ സ്പേസ് ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഏറ്റവും ആപ്റ്റ് ആവുന്ന ഒരു വിൻഡോ ആണ് ഈ ഒരു സ്ലൈഡിംഗ് എന്നുള്ള ഐഡിയ അല്ലെ? പലർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്ക കള്ളന്മാർ ഇത് അടിച്ചു പൊട്ടിച്ച് വരുമോ എന്നുള്ളതാണ്. ഇത് എന്ത് ക്ലാസ് കൊടുത്തത്? ടഫൺ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ടെൻഷൻ ഫ്രീ ഇല്ലേ അല്ലെ? ടഫൺ അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഇപ്പൊ നമ്മളെ വ്യൂവേഴ്സ് പറയാം എന്റെ വീട്ടിൽ ഇത് വേണം, നമുക്കൊരു ചെറിയൊരു ഡോർ സെറ്റ് ചെയ്യണം, മിനിമം എത്ര രൂപക്ക് ഇതുപോലുള്ള സ്ലൈഡിംഗ് ഡോർ ചെയ്യാൻ പറ്റും? നമ്മൾ ഇപ്പൊ ഈ കാണുന്ന സ്ലൈഡിംഗ് ചെയ്തിരിക്കുന്നത് ഒരു 50,000 to 70,000 റുപ്പീസിന്റെ ഉള്ളിൽ അത്രേ വരുന്നുള്ളൂ അല്ലെ? 20ന്റെ ഉള്ളിലേ വരുന്നുള്ളൂ. പിന്നെ ഗ്ലാസുകൾ നമുക്ക് പല ക്വാളിറ്റിയിൽ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പ്രൈസ് വേരിയേഷൻ വരും. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള വിൻഡോ ഐഡിയാസ്. ഇനി നിങ്ങൾ സാധാരണ മരം കൊണ്ടുള്ള 3 കള്ളി 2 കള്ളി അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട. ഏറ്റവും നല്ല ഡിസൈൻ, ഏറ്റവും നല്ല സ്റ്റൈലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിൻഡോ UPVC. നമ്മുടെ കൂടെ ഹൗസ് ഓണർ നജിഹ ആണുള്ളത്. വീട് അടിപൊളിയായിട്ടുണ്ട്. വെറൈറ്റി ആയിട്ട് UPVC വിൻഡോ. സാധാരണ രീതിയിൽ മരം കൊണ്ടാണ് വിൻഡോകൾ പണ്ട് കാലം മുതലേ. പിന്നെ എങ്ങനെ UPVC-ലെത്തി? പണ്ട് നേരത്തെ മരങ്ങളിലുകൊണ്ട് കുറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെതല് പിടിച്ചു പോയി, ആകെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മള് UPVC പുതിയ ടെക്നിക്ക് വന്നിട്ടുണ്ട് പറഞ്ഞപ്പോ ശരി എന്നാ നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാന്നുണ്ട് ചെയ്തത്. അങ്ങനെയാണ് ചെയ്തത്. ഏതായാലും നമ്മൾ ചെതല് പിടിക്കുന്ന ഒരു അവസ്ഥയാണ്, നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെയാണ്. അപ്പൊ അതിന് സൊല്യൂഷൻ വേണമല്ലോ. ഇനിയിപ്പോ UPVC വെച്ച് 1 വർഷമായി. എങ്ങനെയുണ്ട് UPVC? ഇതുവരെ ഒരു കുഴപ്പമില്ല. ഹാൻഡിൽ ചെയ്യാനും ഒക്കെ നല്ല സിമ്പിൾ ആണ്, സ്മൂത്ത് ആണ്. പിന്നെ തണുപ്പിന്റെ പ്രശ്നമൊന്നുമില്ല. മറ്റേ മരത്തിന്റെ ഒക്കെ ആകുമ്പോ തണുപ്പാകുമ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. ഇനിയിപ്പോ എന്തുകൊണ്ട് മെറ്റലിലേക്ക് പോയില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇരുമ്പ് വരുന്നുണ്ടല്ലോ. അതെ അത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് ഡ്യൂറബിലിറ്റിയും കൂടി നോക്കിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ, ഒരു 10-25 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. അതെ. അപ്പൊ 20 വർഷം വാറണ്ടി തരുന്നുണ്ട്. അതെ 20 വർഷം കൂടി വാറണ്ടി തരുമ്പോൾ നമുക്കത് ആ ടെൻഷൻ ഇല്ലല്ലോ. എപ്പോ വേണമെങ്കിൽ വിളിച്ചാൽ വന്ന് റെഡിയാക്കി തരാനും അത് റെഡിയാണ് കേട്ടോ. പിന്നെ ഈ വീടിന്റെ ഡിസൈന് വേറെ ഏത് വിൻഡോ കൊടുത്താലും ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണ്. എഞ്ചിനീയർ ആർക്കിടെക്ട് പ്രത്യേകം ഈ ഡിസൈനിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവര് സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസൈനിൽ ചെയ്തത്. ഓക്കെ, താങ്ക് യു. ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട്, അതായത് സിറ്റ് ഔട്ടിലേക്ക് മറ്റ് ജന്തുക്കളൊന്നും കയറി പോവുകയും ചെയ്തത്, എന്നാൽ വിസിബിലിറ്റി വേണം. രണ്ടും കൂടെ അവിടെ നടന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത് വുഡനിൽ ചെയ്തു. വുഡൻ കളറിലാണ് നമ്മൾ ഇതുവരെ കാണിച്ചത് വൈറ്റ് കളറിലാണ്. അതൊന്നും കൂടെ പ്രീമിയം ഫീൽ കിട്ടുന്ന രീതിയിൽ. വുഡല്ല, വുഡിന്റെ കളറിൽ ടെക്സ്ചറിൽ ലാമിനേറ്റഡ് ആണ്. ഇത് വുഡൻ ലാമിനേഷൻ എന്നാണ് ഇതിന് പറയാ അല്ലെ? ഇത് മുഴുവനായിട്ട് ഇങ്ങനെ തുറക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അല്ലേ? നമ്മളിത് 3 to 4 ഷട്ടറാണ്. 4 ഷട്ടർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യമുള്ള ടൈമിൽ ഇത് ഓപ്പൺ ചെയ്ത് വെക്കാം, അല്ലാത്ത ടൈമിൽ ഇതുപോലെ ഇത് ക്ലോസ് ചെയ്യാനും പറ്റും. അതാണ് ഈ ഒരു UPVC ഐഡിയ. ഇപ്പോൾ UPVC-കൾ പല കളറിൽ വരുമ്പോൾ അത് ഇതുപോലെ വലുതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഏതാ കളർ വരുന്നത്? ഇത് ഓക്ക് വുഡ് ആണ്. ഇതല്ലാതെ ഏതൊക്കെ കളറിൽ കൊടുക്കാം? 7 വെറൈറ്റി കളർ ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, ഗ്രേ,
ഓഫ് വൈറ്റ്, പ്യൂർ വൈറ്റ്, അങ്ങനെ ഒരു 7 വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിലേക്ക് വരുമ്പോൾ കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ, ഒരു 40% വേരിയേഷൻ അല്ലേ? ഗ്ലാസ് ഒക്കെ നമുക്ക് ഏത് വേണമെങ്കിലും കസ്റ്റമർ ചോയ്സ് ആണ്. നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മളൊരു ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു അതിനോട് മാച്ച് ആയിട്ടുള്ളൊരു ഡോറൊക്കെ ഒരു തേക്കൂട്ടിലാണ് ചെയ്തിരുന്നത്, അതിലേക്ക് മാച്ച് ചെയ്തുകൊണ്ടെന്ന് അതാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീടുകളിൽ നിങ്ങൾക്ക് UPVC ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സ്ലൈഡിങ് യൂസ് ചെയ്യാം, ഓപ്പണബിൾ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പുതിയ മോഡൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ടോപ്പ് ഹാങ്, അങ്ങനെ പല പല മോഡലുകൾ വരുന്നുണ്ട്. അതിലൊക്കെ ചെയ്യാം, നിങ്ങളുടെ വീടിന്റെ ഡിസൈൻ അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ കാണുന്നത് ഇത്രയും വലുത് ചെയ്യുമ്പോൾ ചില ആൾക്കാർ സെക്യൂരിറ്റി കുറവാണെന്ന് പറഞ്ഞ് ഗ്രില്ലുകളൊക്കെ കൊടുക്കുന്നുണ്ട്, അങ്ങനത്തെ നിങ്ങൾ ആ ഏരിയയിലും ചെയ്യുന്നുണ്ടോ? ആ ഗ്രില്ലിട്ടുള്ള ടൈപ്പും ചെയ്യാറുണ്ട്. നമുക്ക് ഇതിപ്പോ അവർക്ക് ഫുൾ വിസിബിലിറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടഫ് ആൻഡ് ഗ്ലാസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്തതാണ്. കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ സൈറ്റിൽ പോയിട്ട് വേണം അത് മെഷർ ചെയ്യാൻ. ചെയ്യുന്നുണ്ടോ? ഉണ്ട്, നമ്മൾ ഓൾ കേരള ചെയ്യുന്നതാണ്. അപ്പോൾ ആ ടെൻഷൻ ഫ്രീ ആണ്. സിർക്കോൺ UPVC വിൻഡോയുടെ ഫാക്ടറിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. UPVC വിൻഡോ ഡോർസ് എല്ലാം ഇവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഫാക്ടറിയിൽ അതിന്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കണ്ടു. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രൊഫൈൽ തന്നെയാണ് അല്ലേ? ഈ ഒരു പ്രൊഫൈലാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ്. സിയോൺ ഇത് സെറ്റ് സീരീസ് ആണ്. ആൾ കേരള നിങ്ങൾ മാത്രമാണ് ഇത് ചെയ്യുന്നത് അല്ലേ? ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫാക്ടറിയിൽ ഇതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം കറക്റ്റ് നിങ്ങൾ സൈറ്റിൽ പോയിട്ട് മെഷർമെന്റ് എടുക്കും, എന്നിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് പിന്നെ നമുക്ക് ക്ലീനിങ്ങും വരുന്നുണ്ട്, പിന്നെ ഗ്ലാസ് ഫിക്സിങ്ങും വരുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ചിട്ട് പിന്നെ കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് നമുക്ക് ഹാൻഡിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യുന്നു. പിന്നെ UPVC വിൻഡോ ഫിക്സ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ വീട് പണിയുടെ ഫിനിഷിംഗ് സ്റ്റേജിലാണ് അല്ലേ? അവസാന ഘട്ടത്തിലാണ്. സാധാരണ വിൻഡോകളൊക്കെ കൺസ്ട്രക്ഷൻ ടൈമിലൊക്കെ ഫിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തേപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് തൂക്കം നോക്കി കറക്റ്റായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വരും. അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. നമ്മൾ നേരത്തെ കസ്റ്റമർ വിളിക്കുന്ന സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻ അവർക്ക് കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് ആ ഒരു സംഭവം വേണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിലുള്ള UPVC വിൻഡോകൾ വേണമെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവർ കോൺടാക്ട് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.